ഹേ ഡിയേഴ്സ്, വെൽക്കം ടു സ്ലീപ് ടെയിൽസ്. കഥ തുടങ്ങുന്നത് ഹോട്ടൽ ട്രാൻസിൽവാനിയയുടെ 125-ാം വാർഷികാഘോഷത്തോടെയാണ്. ഒരു കാലത്ത് ഈ ഹോട്ടൽ മോൺസ്റ്റർമാർക്ക് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ മനുഷ്യർക്കും ഇവിടെ വരാം. കാരണം ഡ്രാക്കുളയുടെ മകൾ മേവിസ് ഒരു മനുഷ്യനായ ജോണിയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇരുവർക്കും ഒരു കുഞ്ഞു മകനുമുണ്ട്. 125-ാം വാർഷികത്തോടനുബന്ധിച്ച് ഡ്രാക്കുള ഒരു വലിയ തീരുമാനമെടുക്കുന്നു. ഇനി ഹോട്ടലിന്റെ ചുമതല മുഴുവൻ മേവിസിന്റെ ഭർത്താവായ ജോണിയെ ഏൽപ്പിച്ച് വിരമിക്കണം. ഭാര്യയോട് ഇത് പറയുന്നതിനിടയിൽ മേവിസ് ആ കാര്യം കേൾക്കുന്നു. സന്തോഷത്തോടെ അവൾ നേരെ ജോണിയുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ ഒരു നിബന്ധന, പാർട്ടി കഴിയുന്നതുവരെ ഇതൊരു സർപ്രൈസ് ആയിരിക്കണം. ഈ വാർത്ത കേട്ടതോടെ ജോണിയുടെ സന്തോഷത്തിന് അതിരില്ല. ഒടുവിൽ ഡ്രാക്കുള തന്നെ കുടുംബത്തിന്റെ ഭാഗമാക്കി സ്വീകരിച്ചു എന്നാണ് അവൻ കരുതിയത്. ഇത്രയും നാളും മനുഷ്യനാണെന്ന കാരണത്താൽ ആ അംഗീകാരം മാത്രം അവന് കിട്ടിയിരുന്നില്ല. ഹോട്ടലിന് വേണ്ടി ജോണി ഒരുപാട് പുതിയ ഐഡിയാസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവയൊന്നും ഡ്രാക്കുളയ്ക്ക് ഇഷ്ടമല്ല. വാർഷികാഘോഷത്തിന്റെ ഒരുക്കങ്ങളും ജോണിയാണ് ചെയ്തത്. എന്നിട്ടും എല്ലാം കുഴപ്പമാണെന്നാണ് ഡ്രാക്കുളയുടെ അഭിപ്രായം. പാർട്ടി തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഡ്രാക്കുള എല്ലാവരെയും നിശ്ചലരാക്കി. പിന്നെ എല്ലാ ഒരുക്കങ്ങളും തന്റെ ഇഷ്ടപ്രകാരം മാറ്റി ആഘോഷങ്ങൾ ഒരുക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ജോണി ഡ്രാക്കുളയുടെ അടുത്തെത്തി നന്ദി പറയുന്നു. ഹോട്ടൽ തന്റെ കയ്യിലെത്തിയാൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് വലിയ ആവശ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങുന്നു. ഓരോ വാക്കും കേൾക്കുമ്പോഴും ഡ്രാക്കുളയുടെ മനസ്സിൽ ഒരു പേടി മാത്രം. വർഷങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന തന്റെ ഹോട്ടൽ ആകെ മാറിപ്പോകുമോ? ആ ചിന്ത മതി. ഒരു നിമിഷം കൊണ്ട് അവൻ തീരുമാനം മാറ്റി. ജോണിയോട് നേരെ പറയുന്നു, ഈ ഹോട്ടൽ നിനക്ക് നൽകാൻ കഴിയില്ല. മോൺസ്റ്റർമാർക്ക് മാത്രമേ ഇതിന്റെ ഉടമയാകാൻ പറ്റൂ. ആ വാക്കുകൾ കേട്ട് ജോണി തകർന്നു പോകുന്നു. അല്പസമയത്തിനകം പാർട്ടി ആരംഭിക്കുന്നു. എല്ലാവരും പുതിയ ഉടമയുടെ പ്രഖ്യാപനത്തിനായി കാത്തു നിൽക്കുമ്പോൾ ഡ്രാക്കുള മറ്റൊരു വാർത്തയാണ് അറിയിക്കുന്നത്. ഹോട്ടലിനൊരു പുതിയ മേക്ക് ഓവർ നൽകും. പക്ഷേ പുതിയ ഉടമയെ പ്രഖ്യാപിക്കില്ല. അത് കേട്ട് മേവിസ് ഞെട്ടി. ഡ്രാക്കുളയുടെ ഭാര്യയ്ക്കും ഒന്നും മനസ്സിലായില്ല. എന്നാൽ ജോണിയുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രം, ഞാനൊരു മോൺസ്റ്ററായി ജനിച്ചിരുന്നെങ്കിൽ. ജോണി അങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട ഒരു സയന്റിസ്റ്റ് അവന്റെ അടുത്തേക്ക് വരുന്നു. നിനക്ക് മോൺസ്റ്റർ ആകണോ? അതിനൊരു വഴിയുണ്ട്. അത് കേട്ടതും ജോണി അവനൊപ്പം ലബോറട്ടറിയിലേക്ക് പോകുന്നു. അവിടെ മനുഷ്യനെ മോൺസ്റ്റർ ആക്കാനും മോൺസ്റ്ററെ മനുഷ്യനാക്കാനും കഴിയുന്നൊരു പ്രത്യേക റേ മെഷീൻ സയന്റിസ്റ്റ് കാണിച്ചു തരുന്നു. വിശ്വാസം വരാൻ ആദ്യം ഒരു ചെറിയ എലിയിലാണ് പരീക്ഷണം നടത്തുന്നത്. റേ തട്ടിയ നിമിഷം ആ എലി ഒരു മോൺസ്റ്ററായി മാറി. ഇത് കണ്ട ജോണി ഒട്ടും മടിച്ചില്ല. അടുത്ത പരീക്ഷണം തന്നിൽ തന്നെ നടത്താൻ അവൻ തയ്യാറായി. ആദ്യം ഒന്നും സംഭവിച്ചില്ല. പക്ഷേ കുറച്ച് നിമിഷങ്ങൾക്കകം അവന്റെ ശരീരം മാറാൻ തുടങ്ങി. കൈകളും കാലുകളും വലുതായി. നഖങ്ങളും പല്ലുകളും നീണ്ടു. മീശ വളർന്നു. ഒടുവിൽ ജോണി ഭീമാകാരമായ ഒരു ഡൈനോസർ പോലുള്ള മോൺസ്റ്ററായി മാറി. ആ രൂപത്തിൽ മേവിസിന്റെയും കുഞ്ഞിന്റെയും മുന്നിൽ പോകാൻ അവന് ധൈര്യം വന്നില്ല. പകരം നേരെ ഡ്രാക്കുളയുടെ അടുത്തേക്കാണ് അവൻ പോയത്. ഇപ്പോൾ ഞാനും ഒരു മോൺസ്റ്ററാണ്. ഇനി എന്നെ കുടുംബത്തിന്റെ ഭാഗമാക്കി സ്വീകരിക്കുമല്ലോ. അത് കേട്ട ഡ്രാക്കുള ഞെട്ടിപ്പോയി. തന്റെ വാക്കുകൾ കാരണമാണ് ജോണി ഇങ്ങനെ മാറിയതെന്ന് അവൻ മനസ്സിലാക്കി. ഇതെല്ലാം മേവിസ് അറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് ഉറപ്പായിരുന്നു. ഉടൻ തന്നെ റേഗൺ എടുത്ത് ജോണിയെ പഴയ രൂപത്തിലാക്കാൻ അവൻ പിന്നാലെ ഓടി. ജോണിയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോയി. റേഗൺ പലതവണ ഉപയോഗിച്ചെങ്കിലും ഓരോ തവണയും ലക്ഷ്യം തെറ്റി. ഒടുവിൽ ഒരു റേ അബദ്ധത്തിൽ ഡ്രാക്കുളയിൽ തന്നെ പതിച്ചു. ഒരു നിമിഷം കൊണ്ട് അവൻ മനുഷ്യനായി മാറി. ആദ്യ തിരക്കിൽ റേഗൺ താഴെ വീണ് മാന്ത്രിക ജലത്തിലേക്ക് പതിച്ചു. യന്ത്രം പൂർണ്ണമായും തകർന്നു. ആ വെള്ളം ജ്യൂസ് ആണെന്ന് കരുതിയ അതിഥികൾ അത് കുടിച്ചു തീർത്തു. അടുത്ത നിമിഷം ഹോട്ടലിൽ ഉണ്ടായിരുന്ന എല്ലാ മോൺസ്റ്റർമാരും മനുഷ്യരായി മാറി. എല്ലാവരും പരിഭ്രാന്തരായി. അപ്പോഴാണ് സയന്റിസ്റ്റ് ഒരു കാര്യം പറയുന്നത്. ഈ റേ മെഷീൻ വീണ്ടും ശരിയാക്കാൻ ഒരു അപൂർവ ക്രിസ്റ്റൽ വേണം. അത് മഞ്ഞുമലകൾക്കപ്പുറവും കടലിനപ്പുറവും വളരെ ദൂരമാണുള്ളത്. മറ്റൊരു വഴിയില്ല. സ്വന്തം തെറ്റുതിരുത്താൻ ഡ്രാക്കുള ആ യാത്രക്ക് തയ്യാറായി. ജോണിയും അവനൊപ്പം പുറപ്പെട്ടു. പോകുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും മേവിസിനോട് പറയരുതെന്ന് ഡ്രാക്കുള എല്ലാവരോടും പറയുന്നു. ശേഷം ഇരുവരും ഡ്രാക്കുളയുടെ പഴയ വിമാനത്തിൽ യാത്ര ആരംഭിക്കുന്നു. മനുഷ്യനായതിനാൽ ഡ്രാക്കുള പേടിച്ചിരിക്കുമ്പോൾ ജോണി ആ യാത്ര മുഴുവൻ സന്തോഷത്തോടെ ആസ്വദിക്കുകയായിരുന്നു. അതേസമയം ഹോട്ടലിൽ ഡ്രാക്കുളയെയും ജോണിയെയും കാണാനില്ലെന്ന് മേവി ശ്രദ്ധിക്കുന്നു. അവരെ അന്വേഷിച്ചെത്തിയ അവൾ ഡ്രാക്കുളയുടെ മുറിയിൽ നിന്ന് ഒരു കത്ത് കണ്ടെത്തുന്നു. അത് വായിച്ചതോടെ ഒരു കാര്യം വ്യക്തമായി. ഹോട്ടൽ ആദ്യം മുതൽ തനിക്കും ജോണിക്കും കൈമാറാനായിരുന്നു ഡ്രാക്കുളയുടെ തീരുമാനം. പിന്നെ എന്തുകൊണ്ടാണ് അത് മാറിയതെന്നത് മാത്രം അവൾക്ക് മനസ്സിലായില്ല. അതിനിടയിൽ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യവും പുറത്തു വരുന്നു. ഹോട്ടലിൽ ഉണ്ടായിരുന്ന എല്ലാ മോൺസ്റ്റർമാരും ഇപ്പോൾ മനുഷ്യരായി മാറിയിരിക്കുകയാണ്. അതേസമയം ജോണിയും ഡ്രാക്കുളയും സൗത്ത് അമേരിക്കയിൽ എത്തിച്ചേരുന്നു. മനുഷ്യനായ ശേഷം ആദ്യമായാണ് ഡ്രാക്കുള സൂര്യപ്രകാശം കാണുന്നത്. വെൽ തട്ടിയാൽ താൻ കത്തി പോകുമെന്ന് കരുതി അടുത്ത് കണ്ട ശവപ്പെട്ടിക്കുള്ളിൽ കയറി ഒളിക്കുന്നു. അത് കണ്ട് ജോണി ചിരിച്ചുകൊണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ഇനി വാമ്പയർ അല്ല. അപ്പോഴാണ് ഡ്രാക്കുള പതിയെ പുറത്തേക്ക് ഇറങ്ങിയത്. വെയിലൊന്നും ശരീരത്തെ ബാധിച്ചില്ല. പക്ഷേ ശക്തമായ വെളിച്ചം കാരണം കണ്ണു തുറക്കാൻ പോലും അവന് ബുദ്ധിമുട്ടായി. അങ്ങനെ നടക്കുന്നതിനിടെ നേരെ റോഡിലേക്ക് കയറിപ്പോയി. അടുത്ത നിമിഷം വലിയൊരു അപകടം തന്നെ സംഭവിച്ചു. നിരവധി വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഈ സംഭവം ടെലിവിഷൻ വാർത്തകളിലും എത്തി. ആ വാർത്ത കണ്ട മേവിസിനും അമ്മയ്ക്കും അവർ എവിടെയാണെന്ന് മനസ്സിലായി. ഇപ്പോൾ ക്രിസ്റ്റൽ കണ്ടെത്താൻ ഇനി വലിയ യാത്ര ബാക്കിയുണ്ട്. അടർന്ന കാടും മഞ്ഞുമൂടിയ മലനിരകളും കടന്നാലേ ലക്ഷ്യത്തിനെത്താനാകൂ. ഈ യാത്ര ജോണി നന്നായി ആസ്വദിക്കുന്നു. പക്ഷേ ഡ്രാക്കുളയുടെ അവസ്ഥ നേരെ മറിച്ചാണ്. ദാഹവും ക്ഷീണവും കാരണം അവൻ വലഞ്ഞു. ഒരു കുളം കണ്ടതും വെള്ളത്തിലേക്ക് എടുത്തു ചാടി. പക്ഷേ അത് വലിയ അബദ്ധമായി. ആ കുളം നിറയെ അപകടകാരികളായ മീനുകളായിരുന്നു. അവയെല്ലാം ചേർന്ന് ഡ്രാക്കുളയെ കടിക്കാൻ തുടങ്ങി.
അതേസമയം ഹോട്ടലിൽ മേബിസും അമ്മയും സയന്റിസ്റ്റ് ആദ്യമായി പരീക്ഷിച്ച മോൺസ്റ്ററിനെ നേരിടുന്നു. അവസാനം അതിനെ കീഴടക്കി നടന്ന കാര്യങ്ങളുടെ സത്യം മുഴുവൻ മനസ്സിലാക്കുന്നു. ഒട്ടും വൈകാതെ മനുഷ്യരായി മാറിയ എല്ലാ മോൺസ്റ്റർമാരെയും കൂട്ടി ഡ്രാക്കുളയെയും ജോണിയെയും രക്ഷിക്കാൻ അവർ യാത്ര തിരിക്കുന്നു. മറ്റൊരു വശത്ത് ജോണി അബദ്ധത്തിൽ തെറ്റായ വഴിയിലൂടെ മല കയറാൻ തുടങ്ങി. അത് കണ്ട ഡ്രാക്കുള ഉടൻ തന്നെ അവനെ തിരികെ വിളിച്ചു. പക്ഷേ അതിനു മുമ്പേ ഇരുവരുടെയും കാലിനടിയിലെ പാറ പൊട്ടി താഴേക്ക് വീണു. രണ്ടുപേരും കൊക്കയിലേക്ക് പതിക്കാൻ പോകുന്ന നിമിഷം പെട്ടെന്ന് ജോണിക്ക് ഒരു കാര്യം മനസ്സിലായി. തനിക്ക് പറക്കാൻ കഴിയും. ഒട്ടും വൈകാതെ അവൻ ആകാശത്തേക്ക് ഉയർന്നു. വീഴുകയായിരുന്ന ഡ്രാക്കുളയെ കൃത്യസമയത്ത് പിടിച്ചെടുത്തു. ശേഷം അവനെ സ്വന്തം പുറത്ത് കയറ്റി യാത്ര തുടർന്നു. ആ രാത്രി ഇരുവരും ഒരു ക്യാമ്പ് ഒരുക്കി അവിടെ തങ്ങി. തീ കത്തിച്ച് മാഷ്മെല്ലോ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡ്രാക്കുളയുടെ കയ്യിലുണ്ടായിരുന്ന ഒന്ന് ചെറുതായി കരിഞ്ഞുപോയി. അത് കണ്ട ഉടൻ അവൻ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. ജോണി അതെടുത്ത് രണ്ടായി പൊട്ടിച്ചു. പുറത്ത് കരിഞ്ഞിരുന്നെങ്കിലും ഉള്ളിലെ ഭാഗം ഇപ്പോഴും നല്ലതായിരുന്നു. അത് കഴിച്ചുകൊണ്ട് അവൻ ഡ്രാക്കുളയോട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും പുറംഭാഗം മാത്രമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഉള്ളിലെ നല്ലത് പലപ്പോഴും കാണാതെ പോകുന്നത്. ആ വാക്കുകൾ ഡ്രാക്കുളയെ ചിന്തിപ്പിച്ചു. അതേസമയം ഡ്രാക്കുളയുടെ ഭാര്യ തന്റെ ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് അവിടെ സ്ഥലം കണ്ടെത്തി. അധികം വൈകാതെ അവളും മേവിസും മറ്റുള്ളവരും അവിടെ എത്തി. സംസാരത്തിനിടെയാണ് ജോണി ഒരു സത്യം അറിയുന്നത്. മോൺസ്റ്റർമാർക്ക് മാത്രമേ ഹോട്ടൽ സ്വന്തമാക്കാൻ കഴിയൂ എന്ന നിയമം. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നില്ല. ജോണിയെ വിശ്വസിക്കാത്തതുകൊണ്ടാണ് ഡ്രാക്കുള കള്ളം പറഞ്ഞത്. അത് കേട്ട നിമിഷം ജോണി നിയന്ത്രണം വിട്ടു. അവന്റെ കോപം കൂടുന്തോറും മോൺസ്റ്റർ രൂപവും കൂടുതൽ വലുതായി. ഒടുവിൽ ആരുടെയും വാക്ക് കേൾക്കാതെ അവൻ അവിടെ നിന്നും പാഞ്ഞുപോയി. മേബിസ് ഉടൻ തന്നെ അവന്റെ പിന്നാലെ ഓടി. അതിനിടെ ഡ്രാക്കുളയുടെ ഭാര്യയും ക്രിസ്റ്റൽ തേടി ഒരു ദുരൂഹമായ ഗുഹക്കുള്ളിലേക്ക് കടന്നു. ജോണിയുടെ കോപം ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരുന്നു. അവനിനി മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മേവിസ് അടുത്തെത്തിയതും അവളെ ആക്രമിക്കാൻ അവൻ ശ്രമിച്ചു. അപ്പോഴാണ് മേവിസിന്റെ അമ്മ അവളെ ബന്ധപ്പെടുന്നത്. ജോണിയെ എങ്ങനെയെങ്കിലും ഗുഹയിലേക്ക് എത്തിക്കാനാണ് അവൾ പറയുന്നത്. അത് കേട്ട മേവിസ് ഒരു ബുദ്ധി പ്രയോഗിച്ചു. ജോണിയെ ശാന്തമാക്കാൻ ശ്രമിച്ചില്ല. പകരം മനഃപൂർവ്വം അവനെ കൂടുതൽ പ്രകോപിച്ചു. പ്രതീക്ഷിച്ച പോലെ ജോണി അവളുടെ പിന്നാലെ ഓടി. മേവിസും ഓടി. ജോണി പിന്നാലെയും ഓടിക്കൊണ്ടിരുന്നു. അങ്ങനെ അവൾ അവനെ നേരെ ആ ഗുഹയുടെ മുന്നിൽ എത്തിച്ചു. മേവിസ് ഉടൻ ഗുഹക്കുള്ളിലേക്ക് കയറി. പക്ഷെ ജോണിക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ഭീമാകാരമായ ശരീരം ഗുഹയുടെ പ്രവേശന കവാടത്തേക്കാൾ വലുതായിരുന്നു. അകത്തെത്തിയ മേവിസ് നേരെ ഡ്രാക്കുളയുടെ മുന്നിൽ നിന്നു. എന്തിനാണ് ഞങ്ങളോട് കള്ളം പറഞ്ഞത്? ആ ചോദ്യത്തിന് ഡ്രാക്കുളയുടെ കയ്യിൽ ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അവൻ തന്റെ തെറ്റ് സമ്മതിച്ചു. ഹൃദയം നിറഞ്ഞ് മേവിസിനോട് ക്ഷമയും ചോദിച്ചു. അതേസമയം പുറത്തുണ്ടായിരുന്ന ജോണി കോപത്തിൽ ഗുഹയുടെ മതിലുകൾ അടിച്ചു തകർക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ശക്തമായ പ്രഹരത്തിൽ വലിയൊരു പാറ പൊട്ടി വീണു. അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന അപൂർവ ക്രിസ്റ്റൽ എല്ലാവരുടെയും മുന്നിലേക്ക് തെളിഞ്ഞു. അത് കണ്ടതും മേവിസ് സമയം കളഞ്ഞില്ല. ഉടൻ തന്നെ റേമിഷൻ നന്നാക്കി ജോണിയുടെ നേരെ ഉപയോഗിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ജോണിയുടെ ഉള്ളിൽ നിറഞ്ഞ കോപം കാരണം ആ യന്ത്രം പ്രവർത്തിച്ചില്ല. അപ്പോഴേക്കും നേരം വെളുത്തു. സൂര്യപ്രകാശം പതിയെ ഗുഹക്കുള്ളിലേക്ക് എത്തി തുടങ്ങി. മനുഷ്യരൂപത്തിലായിരുന്ന ഡ്രാക്കുളയ്ക്ക് ആ ചൂട് സഹിക്കാൻ പ്രയാസമായി. എന്നിട്ടും മേവി ശ്രമം നിർത്തിയില്ല. മറ്റുള്ളവരുടെ സഹായത്തോടെ മെഷീൻ വീണ്ടും ശരിയാക്കി. വീണ്ടും റേ ഉപയോഗിച്ചു. എന്നാൽ ഇത്തവണയും ഫലമുണ്ടായില്ല. അതിനിടെയാണ് ജോണി മുന്നോട്ട് വന്ന് ഡ്രാക്കുളയെ പിടിച്ചുയർത്തിയത്. ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും ഭയന്ന് നിശ്ചലരായി. അപ്പോൾ ഡ്രാക്കുള പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. താൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നുവെന്ന് അവൻ സമ്മതിച്ചു. ജോണി നല്ല മനുഷ്യനാണെന്നും ഇനി മുതൽ അവനെ സ്വന്തം കുടുംബാംഗമായി പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുകയാണെന്നും തുറന്നു പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതോടെ ജോണിയുടെ കോപം പതിയെ ക്ഷമിക്കാൻ തുടങ്ങി. അന്ന് തന്നെ ആയിരുന്നു മേവിസ് കാത്തിരുന്നത്. അവൾ ഒരിക്കൽ കൂടി റേഗൻ പ്രവർത്തിപ്പിച്ചു. ഇത്തവണ അത് വിജയിച്ചു. ജോണി വീണ്ടും പഴയ മനുഷ്യരൂപത്തിലേക്ക് മടങ്ങി. ജോണി പഴയ മനുഷ്യരൂപത്തിലേക്ക് തിരിച്ചെത്തിയതോടെ എല്ലാവർക്കും വലിയ ആശ്വാസമായി. അതിന് പിന്നാലെ മനുഷ്യരായി മാറിയിരുന്ന എല്ലാ മോൺസ്റ്റർമാരെയും ഓരോ ആളായി അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറ്റി. ഡ്രാക്കുളയ്ക്കും തന്റെ വാമ്പയർ രൂപം തിരികെ ലഭിച്ചു. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്ന് കരുതി എല്ലാവരും ഹോട്ടലിലേക്ക് മടങ്ങി. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവരെ കാത്തിരുന്നത് മറ്റൊരു വലിയ നെട്ടലായിരുന്നു. ഹോട്ടൽ ട്രാൻസിൽവാനിയയുടെ വലിയൊരു ഭാഗം തകർന്നു കിടക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ എല്ലാവരും ചുറ്റുനോക്കി. അപ്പോഴാണ് യഥാർത്ഥ കാരണം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. സയന്റിസ്റ്റ് ആദ്യമായി പരീക്ഷിച്ച ആ ചെറിയ മോൺസ്റ്റർ ഇപ്പോൾ ഒരു ഭീമൻ മോൺസ്റ്ററായി വളർന്നിരുന്നു. അതിന്റെ ആക്രമണത്തിലാണ് ഹോട്ടൽ മുഴുവൻ തകർന്നത്. ഒട്ടും വൈകാതെ മേവിസ് റേഗൻ പ്രവർത്തിപ്പിച്ചു. റേ തട്ടിയതും ആ ഭീമൻ മോൺസ്റ്റർ പതിയെ ചെറുതാക്കാൻ തുടങ്ങി. അല്പസമയത്തിനകം അത് വീണ്ടും പഴയ ചെറിയ രൂപത്തിലേക്ക് തിരിച്ചെത്തി. അപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. പക്ഷെ ഡ്രാക്കുളയ്ക്ക് ആ കാഴ്ച സഹിക്കാനായില്ല. വർഷങ്ങളായി സ്നേഹത്തോടെ കാത്തു സൂക്ഷിച്ച തന്റെ ഹോട്ടൽ കൺമുന്നിൽ തകർന്നു കിടക്കുകയാണ്. അത് കണ്ട് ജോണി പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു. വിഷമിക്കേണ്ട, ഈ ഹോട്ടൽ ഞാൻ പഴയതുപോലെ തന്നെ വീണ്ടും പണിയും. ജോണി പറഞ്ഞു തീരും മുമ്പേ ഡ്രാക്കുള ഒന്ന് പുഞ്ചിരിച്ചു. ഇല്ല, ഇനി ഈ ഹോട്ടൽ എന്റേതല്ല, ഇത് നിന്റേതാണ്. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള രീതിയിലല്ല, നിനക്കിഷ്ടമുള്ള രീതിയിൽ തന്നെ ഇത് പണിയൂ. ആ വാക്കുകൾ കേട്ട് ജോണിയുടെ മുഖത്തൊരു പുഞ്ചിരി എരിഞ്ഞു. 1 വർഷത്തിനു ശേഷം പുതിയ ഹോട്ടൽ ട്രാൻസിൽവാനിയ വീണ്ടും ഉയർന്നു നിന്നു. ഈ തവണ അത് ജോണിയുടെ സ്വപ്നം പോലെ രൂപകൽപ്പന ചെയ്തതായിരുന്നു. ഡ്രാക്കുളയും ആ മാറ്റങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഒരു കാലത്ത് മനുഷ്യനാണെന്ന കാരണത്താൽ അകറ്റി നിർത്തിയ ജോണിയെ ഇപ്പോൾ അവൻ സ്വന്തം മകനായി സ്നേഹിക്കുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഈ കഥയും ഇവിടെ സന്തോഷത്തോടെ അവസാനിക്കുകയാണ്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കണേ. ഇനിയും ഇതുപോലെയുള്ള മൂവി റീകാപ്സ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്